തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതുകൊണ്ട് കുത്തിത്തിരിപ്പിന് കാര്യമായൊന്നും കിട്ടുന്നില്ല. അങ്ങനെയാണ് ഏതോ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരോ ഇട്ട ഒരു വോയിസ് മെസ്സേജുമായി മാപ്രകളെല്ലാം കൂടി ചാടി വീണത്. വീണ്ടും ബാർക്കോഴ കോഴ നൽകാൻ കോടികളുടെ പിരിവ് നടത്തുന്നു എന്നൊക്കെ ബ്രേക്കിംഗ് കൊടുത്ത് ആർമാദിച്ച് വരികയായിരുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് ഒത്തില്ല. മദ്യനയത്തിനുള്ള പ്രാഥമിക ചർച്ച പോലും തുടങ്ങും മുമ്പേ ആരോപണം കൊണ്ടുവന്ന് LDFനെ പ്രതിക്കൂട്ടിലാക്കാമെന്ന പ്രതിപക്ഷ മാധ്യമ ഗൂഢാലോചന തുടക്കത്തിലേ പാളി. സ്ക്രിപ്റ്റ് തയ്യാറാക്കി മാപ്രകളും പ്രതിപക്ഷ നേതാക്കളും നിരന്നെങ്കിലും കോഴക്കഥ വന്നപാടെ മഴവെള്ളത്തിൽ ഒലിച്ചുപോയി. ബാറുടമകളുടെ സംഘടനയിൽ KPCCയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അടിയാണ്. അങ്ങനെ സസ്പെൻഷനിലായ ഒരു ഭാരവാഹിയെ കൊണ്ട് ഒരു വോയിസ് മെസ്സേജ് ബാർ ഗ്രൂപ്പിൽ ഇടിയിക്കുന്നു. പക്ഷേ തിരക്കഥയിൽ മുഴുവൻ അബദ്ധങ്ങളായിരുന്നു. ബാറുടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവരുടെ നേതാവ് സ്വന്തം പേരും സംഘടനയും ഭാരവാഹിത്വവും പരിചയപ്പെടുത്തി സന്ദേശം ഇട്ടത് എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിരിവിനെ കുറിച്ച് സംസ്ഥാന നേതാവ് കാര്യങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തിയതോടെ ജില്ലാ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മുങ്ങിയതും സംശയത്തിനിടയാക്കി. ബാർ മുതലാളിമാരെ എന്ത് വ്യാജ ഇടപാടിനും അനുവദിച്ച് കോടികൾ തട്ടുന്ന UDFന്റെ നയം തന്നെയാണ് LDFനും എന്ന് വരുത്തി തീർക്കാനുള്ള പരിപാടിയാണ് പൊളിഞ്ഞത്. 8 വർഷമായി ഒരു പ്രശ്നവുമില്ലാതെയാണ് ഈ മേഖല മുന്നോട്ടു പോകുന്നത്. ഇതിന് കഴിഞ്ഞത് ഇടതു സർക്കാരിന്റെ കൃത്യമായ നയവും നിലപാടും കൊണ്ടാണെന്നു ആർക്കാണ് മനസ്സിലാവാത്തത്?